എൻ്റെ പേര് ഫഹീം. ഞാൻ NIT കാലിക്കറ്റ് ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെന്റിലാണ്. ദേവാങ്ക് പറഞ്ഞ പോലെ നമ്മൾ ലാസ്റ്റ് ഫേസ് ആകുമ്പോൾ എന്തായാലും പരമാവധി ക്വസ്റ്റ്യൻസിലേക്ക് തന്നെ പോവാം. LMRP ഒരുപാട് ക്വസ്റ്റ്യൻസിന്റെ ഒരു സെറ്റാണ്. ഏറ്റവും നല്ല ക്വസ്റ്റ്യൻസ് ഇക്ബാൽ സാർ എപ്പം പറയുന്ന പോലെ ഹാൻഡ് പിക്ഡ് ക്വസ്റ്റ്യൻസ്, അത് അതിൽ ഫോക്കസ് ചെയ്ത് പഠിച്ചാൽ മതി. നമ്മൾ ടെൻഷന് എന്തായാലും ഉണ്ടാവും. ഇപ്പോ പല ആൾക്കാർ ഞാനും ചെയ്തിരുന്ന എനിക്ക് എന്തായാലും എല്ലാതും കറക്റ്റായി മാത്രമേ ഞാൻ പഠിക്കുള്ളൂ. അതായത് ഫസ്റ്റ് ഞാൻ ആദ്യം ഫുള്ള് തിയറി പഠിക്കാൻ നോക്കും. എന്നിട്ട് തിയറി പഠിച്ച് കഴിഞ്ഞിട്ട് അപ്പോൾ ക്വസ്റ്റ്യൻ ചെയ്യാൻ ഇങ്ങനെ ആലോചിച്ചോണ്ടേ ഇരിക്കും. അത് ഞാൻ ഒരിക്കൽ ഇക്ബാൽ സാറിനെ ചോദിച്ചു. അപ്പൊ ഇക്ബാൽ സാർ പറഞ്ഞു, അത് മോനെ ഈ കടയിൽ നിന്ന് പാർക്കറ്റോട് പറഞ്ഞ് പോയി വെച്ച് കഴിഞ്ഞാല് അതൊരിക്കലും ഇല്ല. നമ്മൾ പഠിക്കുന്നത് ക്വസ്റ്റ്യൻ ചെയ്ത് പഠിക്കാനെന്നാണ്. കാര്യം നമ്മൾ തിയറി മാത്രം നോക്കി കഴിഞ്ഞാൽ നമ്മളൊന്നും തെറ്റാവുന്നില്ല. അപ്പൊ ഫസ്റ്റ് ഞാൻ മോക്ക് എഴുതിയപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ തന്നെ നമ്മൾ തെറ്റിച്ചിട്ടുണ്ടാവും. പക്ഷെ അത് നമ്മൾ കുറെ മോക്ക് എഴുതുമ്പോൾ നമ്മുടെ സ്കോർ കൂടി വരും. അപ്പൊ നമുക്ക് മനസ്സിലാവും എന്താ വെച്ചാല് നമുക്ക് തിയറി അറിയാത്തോണ്ടല്ല, നമുക്ക് ആ ടൈം മാനേജ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാ. നിങ്ങൾക്ക് ഇപ്പം കുറെ പേര് ഡീമോട്ടിവേറ്റ് ചെയ്ത് ഇരിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും. അവരുടെ അടുത്തൊക്കെ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഒരിക്കലും പേടിക്കേണ്ട കാര്യമില്ല. കാരണം ഇനിയും നിങ്ങൾക്ക് സമയമുണ്ട്. മാക്സിമം ക്വസ്റ്റ്യൻ ചെയ്യുക, അതേ ഉള്ളൂ. വേറെ ഒരു വഴിയില്ല. ഇനി തിയറിയുടെ പുറകെ ഒന്നും പോകരുത്, ദയവ് ചെയ്ത്. കയ്യിലുള്ള ചാപ്റ്റർ സെറ്റാക്കി വെച്ചിട്ട് എന്താണോ ഇല്ലാത്തത് അതിൽ ഇക്വേഷൻസ് ഒന്നും കൂടെ റിവൈസ് ചെയ്യുക, ക്വസ്റ്റ്യൻ ചെയ്യുക. അപ്പോൾ നിങ്ങള് ഒരു ടോപ്പിക് പഠിച്ചു കഴിഞ്ഞില്ല വെച്ചിട്ട് GAP ഏതായിരിക്കരുത്. GAP എത്തിയാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. നിങ്ങള് മാക്സിമം GAP ചെയ്താ. ഇപ്പൊ പല ആൾക്കും പല സ്ട്രാറ്റജിയാവും. പിന്നെ ഒരാൾ ഇന്ന് ചെയ്യുന്ന വെച്ചാൽ നമ്മൾ അതിനെ ചെയ്യണമെന്നില്ല. നമ്മളെ വീക്ക് പോയിന്റ്സും നമ്മളെ സ്ട്രോങ് പോയിന്റ്സും നമുക്ക് തന്നെ ആദ്യം ഒരു ക്ലാരിറ്റി ഉണ്ടായിക്കണം. നമ്മളെ സ്ട്രോങ് പോയിന്റ്സ് ആദ്യം നമ്മൾ സ്ട്രോങ് ആയിക്കൊണ്ടേ വെക്കുക. ലാസ്റ്റ് മൊമെന്റ് ഒരിക്കലും ഒരു പുതിയ തിയറിക്ക് വേണ്ടിയോ പുതിയ കൺസെപ്റ്റിന് വേണ്ടിയോ സമയം കളയാതിരിക്കുക. നമ്മളെ കയ്യിൽ ഇപ്പൊ എന്താ ഉള്ളത് അത് സ്ട്രോങ് ആയിക്കൊണ്ടേ വെക്കുക. അത് നമ്മളെ കയ്യിൽ നിന്ന് ഒരിക്കലും പോകാതിരിക്കാൻ ശ്രമിക്കുക. കാലിക്കറ്റിൽ പോയിട്ട് പ്രോബ്ലം ചെയ്യണോ? എനിക്കറിയില്ല. സീരിയസ്ലി നിങ്ങൾ ഈ സമയത്ത് പഠിക്കും മര്യാദയ്ക്ക്. ഇപ്പൊ പഠിച്ചോ, കിട്ടും. നിങ്ങൾക്ക് അറിയാത്ത ക്വസ്റ്റ്യൻസിനെ കണ്ടിട്ട് പേടിക്കാൻ പാടില്ല. അതൊരു സ്കില്ലാണ്, അത് ഭാവിയിൽ ആവശ്യം വരും. സൈലത്തിന്റെ പ്ലാനിനെ നന്നായിട്ട് ട്രസ്റ്റ് ചെയ്യുക. നിങ്ങൾ പഠിച്ച രീതിയിൽ തന്നെയായിരുന്നു അത് പഠിക്കേണ്ടത്. ആ രീതിയിൽ തന്നെ സൈലം പഠിപ്പിച്ചിട്ടുള്ളൂ. അതേ പ്ലാൻ അതേപോലെ ഫോക്കസ് ചെയ്ത് പോകുക. ഈ 1 month ഇത്രയും കാലം നിങ്ങൾക്ക് എന്ത് പഠിക്കാൻ പറ്റിയില്ല, പഠിക്കാൻ പറ്റി, അത് കുറത്തിന് കൺഫ്യൂഷൻ ആക്കണം. അതിൽ നമുക്ക് ഒന്നും ചെയ്യാനില്ല ഇനി. The only way to overcome stress is to crack the exams. In this moment, we get so much stress. But after, now I am stressed. I understand. After exams, you will laugh like this, like me. മാത്സ് ഫിസിക്സ് കെമിസ്ട്രിയും കൂടി ഇപ്പോൾ ഒരു ദിവസം ഏകദേശം 3-4 ചാപ്റ്റർ എടുക്കും. ഫിസിക്സ് ഇപ്പോൾ മര്യാദയ്ക്ക് പഠിക്കാൻ കഴിയുണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഇപ്പോൾ ഏതോ ഒരു സബ്ജക്റ്റ് ഒക്കെ ഇപ്പോൾ മര്യാദ പഠിക്കാൻ കഴിയുണ്ടാവുള്ളൂ. അതിനിപ്പോൾ അപ്പോൾ പെൻഡിങ് ആയില്ലേ മറ്റൊക്കെ. അപ്പം എന്താ ചെയ്യുക? റിവിഷൻ ആ ചെയ്യണ ക്വസ്റ്റ്യൻസ് തന്നെ മതി. ക്വസ്റ്റ്യൻ ചെയ്യാൻ വെച്ചാൽ കുറെ ക്വസ്റ്റ്യൻ ചെയ്യാൻ എടുത്തല്ല, നമ്മൾ ചെയ്യണ ക്വസ്റ്റ്യൻ മര്യാദക്ക് മനസ്സിലാക്കി ചെയ്യാന്നുള്ളതാണ്. ഇപ്പോൾ ഇതിൽ നിന്ന് മാത്രം ക്വസ്റ്റ്യൻ ചെയ്യാൻ മതി. LMRP എന്ന് പറഞ്ഞാൽ ഇക്ബാൽ സാർ പറഞ്ഞാൽ ഹാൻഡ് പിക്ക് ക്വസ്റ്റ്യൻസാ. അതായത് ഇപ്പോ നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എന്താ പറയാ ബുക്ക് എടുത്ത് നോക്കുമ്പോൾ അതില് ഒരേ മോഡൽ കുറെ ക്വസ്റ്റ്യൻസ് വരുന്നതാണ്. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഡിഫറെന്റ് ടൈപ്പുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ ഇതിലിട്ടിട്ടുള്ളൂ. പിന്നെ ഇത് വീട്ടിലെത്തുമ്പോൾ പറ്റാണ് ഇവിടുന്ന് ചെയ്യാത്ത ക്വസ്റ്റ്യൻസ് അത് ചെയ്യാം. ഈ ടൈമില് NCERT അങ്ങനെ മീൻസ് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ വായിച്ച് ഡെയിലി അങ്ങനെ കൊണ്ടുപോകാനുള്ള ടൈം, ഇതേപോലെ ടൈം മാനേജ്മെന്റ് അങ്ങനെ കിട്ടണില്ല. അപ്പോൾ അതെന്താ ചെയ്യേണ്ടത്? NCERT റീഡ് ചെയ്യണോ, അങ്ങനെ ഫോക്കസ് ചെയ്യണോ? അതായത് എൻ്റെ ഒരു പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ DPP. വേറെ NCERT ഇനിയും പോകരുത്. പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കടലോളം ഉണ്ട്. DPP അതെല്ലാം കൂടെ വെച്ചിട്ട് ഉള്ളൊരു സംഭവമാണ്. അത്യാവശ്യം നമുക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അത് മാത്രമേ എക്സാമിന് വരുള്ളൂ. ഇപ്പം വെറും ചോദ്യങ്ങൾ മാത്രം ചെയ്യാനല്ല പറഞ്ഞത്. അപ്പം നമ്മൾ ചില ചോദ്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് അതിന്റെ തിയറീസ് ഒന്നും അറിയില്ലല്ലോ. അപ്പം നമ്മൾ ആ തിയറീന്റെ പിന്നാലെ പോയി പിന്നെ കുറെ സമയം പോകില്ലേ? ശരിക്കും പറഞ്ഞാൽ ഈ ടൈമിൽ ഈ ഹാർഡ് വർക്കിൻ്റെ ഒരു ഇത് കഴിഞ്ഞ് ആ ഒരു ഇപ്പം ആവശ്യമില്ല. ഇപ്പോൾ കൂടുതൽ സ്മാർട്ട് വർക്ക് ചെയ്യണ്ടേ. ഈ ക്വസ്റ്റ്യൻസ് നമ്മൾ PYQ ചെയ്യണം എന്ന് പറയുന്നത് എന്താ വെച്ചാൽ ഓരോ വർഷം JEക്ക് വരുമ്പോൾ ഓരോ സ്പെസിഫിക് കോൺസെപ്റ്റ്സിനാണ് ഓരോ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. കൂടുതൽ ക്വസ്റ്റ്യൻ അതിൽ നിന്ന് വരിക. അപ്പോൾ ഈ കഴിയുന്നത് ഈ JEൻ്റെ എല്ലാ പേപ്പറും ഫുള്ള് കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ അതിൽ നമുക്ക് മനസ്സിലാവും ഏതൊക്കെ കോൺസെപ്റ്റ്സ് ആണ് കൂടുതലായിട്ട് ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പോൾ ആ കോൺസെപ്റ്റ്സ് ചെയ്ത് നോക്കുമ്പോൾ അത് ചിലപ്പോൾ കിട്ടാതിരിക്കുക. ഈ കിട്ടിയ സാധനം പിന്നെ നോക്കണ്ട. ഈ ഇപ്പോൾ തിയറി നോക്കി നടക്കുക, അത് പ്രാക്ടിക്കൽ അല്ല ഈ സമയത്ത്. ആദ്യം ഫിസിക്സ് ആണോ കെമിസ്ട്രി ആണോ മാത്സ് ആണോ അറ്റൻഡ് ചെയ്തത്? അത് തന്നെ ഫിസിക്സിന് എത്ര ടൈം ഇൻവെസ്റ്റ് ചെയ്തു? എക്സാം എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് JE എഴുതിയ സമയത്ത് നിങ്ങളോട് ഇപ്പോൾ ഈ മോക്ക് എഴുതാൻ പറയുന്നത് നിങ്ങൾക്ക് പരമാവധി പറ്റുന്ന ഒരു സ്ട്രാറ്റജി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം നിങ്ങളിപ്പോൾ ടൈം അത്യാവശ്യം ഉണ്ടല്ലോ, നിങ്ങൾ ഓരോ ഇത് ട്രൈ ചെയ്യുക. എങ്ങനെ എഴുതണം നിങ്ങൾ മാറ്റി ട്രൈ ചെയ്യുക. എന്നിട്ട് ഏറ്റവും കൂടുതൽ ഓരോ പരീക്ഷയായിട്ടും നിങ്ങൾ അനലൈസ് ചെയ്യുക, എങ്ങനെ അവസ്ഥ എന്താണ്. എന്നിട്ട് നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്ക് പറ്റുന്ന ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക് പിന്നെ ആ ഒരു ഇതിലേക്ക് തന്നെ സ്റ്റിക്ക്. ഇപ്പം എൻ്റെ ഫിസിക്സും കെമിസ്ട്രിയും എഴുതി തീർക്കാം.